നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി 21 നാൾ ബാക്കി. അരയും തലയും മുറുക്കി മണ്ഡലങ്ങൾ നിലനിർത്താനും പിടിച്ചെടുക്കാനുമുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ആശങ്കകൾക്കും ആകുലതകൾക്കുമിടയിൽ അവസാന നിമിഷമാണ് ചില മുന്നണികൾ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തന്നെ. സ്ഥാനാർത്ഥി പട്ടികകൾ നിരവധിയായി പുറത്തിറങ്ങിയപ്പോഴും കണ്ണുനട്ടിരുന്ന ചില നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ തട്ടിയും മുട്ടിയും വിവാദങ്ങൾക്കുമൊടുവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴിതാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സുരക്ഷിത മണ്ഡലം തേടി അമേഠിയിൽ നിന്നും കേരളത്തിലേക്ക് വച്ചുപിടിച്ച രാഹുലിന്റെ വരവ് ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ബിജെപിയെയാണ്. കൂട്ടിയും കുറച്ചും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ബിജെപി ഇനിയെങ്കിലും ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാമെന്നാണ് കരുതിയത്. എന്നാൽ രാഹുലിന്റെ വരവോടെ അതും പൊളിഞ്ഞു. അമേഠിയിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി തന്നെ വയനാട്ടിലേക്ക് വന്നേക്കും എന്ന തരത്തിലുള്ള കിംവദന്തികൾ വരെ ഉയർന്നിരുന്നു. ഒടുവിലിതാ തൃശൂരിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളിയെ രാഹുലിനെതിരെ മത്സരിപ്പിക്കാൻ ഇറക്കിയിരിക്കുന്നു. അതും ബിഡിജെയെ സ്ഥാനാർത്ഥിയെ. ശക്തനായ ഒരു ബിജെപി സ്ഥാനാർത്ഥിയെ പോലും രാഹുലിനെതിരെ നിർത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ബിജെപി. ഒരു പൊടിക്ക് പോലും വയനാട്ടിൽ ബിജെപി ഇല്ലല്ലോ എന്ന ആശ്വാസത്തിൽ രാഹുൽ ഗാന്ധിയും. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നുവെന്ന വാർത്ത കേരളത്തിലെ ജനങ്ങളെക്കാൾ കൂടുതൽ ഞെട്ടിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയാണ്. പല മുതിർന്ന നേതാക്കൾ പോലും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. കോൺഗ്രസിന്റെ പ്രധാന ശത്രു ബിജെപി ആണെന്നും ബിജെപി തോൽപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോഴും ബിജെപി ഒന്നുമല്ലാത്ത ഈ കേരളത്തിൽ, അതും UDF ഏറ്റവും സുരക്ഷിത മണ്ഡലമായി കരുതുന്ന വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നത് എന്തിന് എന്ന ചോദ്യം സാധാരണക്കാർക്കിടയിൽ പോലും ഉയർന്നിരുന്നു. കേരളവും തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന പ്രദേശം എന്ന് തുടങ്ങി ചില ഭൂമിശാസ്ത്രപരമായ ന്യായീകരണങ്ങൾ വരെ പറഞ്ഞാലും അമേഠിയിലെ പരാജയപ്പെടി തന്നെയല്ലേ അടിസ്ഥാന കാരണമെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. കാണാം ജനശബ്ദം. രാഹുലിന്റെ കേരളത്തിലെ വരവിനെ സംബന്ധിച്ച് തിരുവനന്തപുരം ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. റിനു ശ്രീധർ തയ്യാറാക്കിയ ജനങ്ങളുടെ പ്രതികരണം. ഏതെങ്കിലും കാരണവശാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചു കഴിഞ്ഞാലും ഈ വയനാട് മണ്ഡലത്തെ കളഞ്ഞ അയാൾ അമേഠിയിലേക്ക് തന്നെ പോകും. അപ്പോൾ വയനാട് മണ്ഡലം എന്ന് പറയുന്നത് അനാഥമാവുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. യാതൊരു കാരണവശാലും രാഹുൽ ഗാന്ധിയല്ല, ഇനി ദേവേന്ദ്രൻ തന്നെ ഇറങ്ങി വന്നാലും കേരളത്തിൽ 20 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കരസ്ഥമാക്കിയിരിക്കും. LDF വയനാട് സീറ്റ് കൂടി നേടാൻ സാധ്യതയുണ്ട്. അതാണ് കാലാവസ്ഥ. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മാസങ്ങൾ ഒന്നായിട്ടും ഇന്ന് വരെ വയനാട്ടിൽ സ്ഥാനാർത്ഥി ആരെന്ന് ഇല്ലാതെ കാത്തുകെട്ടിക്കിടന്ന് അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എല്ലാവരും വളരെ നിരാശരായാണ് പോയത്. സ്വന്തം നാട്ടിൽ നിന്ന് RSSനെയും BJPനെയും പേടിച്ചിട്ട് ഇന്ന് കേരളത്തിൽ വന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാമെന്നുള്ളൊരു വ്യാമോഹത്തിലാണ് വരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ആറ്റിങ്ങിലൊന്ന് മത്സരിക്കുമെന്ന് നോക്കാം, ഒരിക്കലുമില്ല. അദ്ദേഹം വയനാട്ടിൽ അയാൾക്ക് എന്തു പറയാന്ന് വെച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ മാത്രമാണ് നിൽക്കുന്നത്. അമേഠിയിൽ നിന്നും BJPയെ പേടിച്ചാണ് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നത് എന്നാണ് ജനങ്ങളുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട്. ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് രാഹുൽ മത്സരിക്കുന്നതെന്നും രാഹുലിന്റേത് ഇരട്ടത്താപ്പാണെന്നുമാണ് കോട്ടയത്തെ ജനങ്ങളുടെ അഭിപ്രായം. TP പ്രശാന്ത് കോട്ടയത്തിൽ നിന്നും പകർത്തിയ ജനങ്ങളുടെ പ്രതികരണം കാണാം. കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമാണ് അമേഠി എന്നായിരുന്നു വയ്പ്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അത്ര ശരിയല്ല എന്ന് തന്നെ രാഹുൽ ഗാന്ധിക്കും തോന്നിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണോ പടക്കളത്തിൽ നിന്നും പടപേടിച്ച് പടനായകൻ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ഇതേക്കുറിച്ച് കോട്ടയത്തുകാരും പ്രതികരിക്കുകയാണ്. അമേഠി എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസിൻ്റെ കുത്തക സ്ഥലമായിരുന്നു. അത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടുന്ന് പേടിച്ചിട്ട് ഇവിടെ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും ഇവിടെ ജയിക്കും എന്നുള്ള ഉറപ്പൊന്നുമില്ല. അത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഇതിനു വേണ്ടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഇവിടെ വന്ന് മത്സരിക്കുന്നത്. ഈ BJP ആയിട്ടാണ് മുഖ്യ മത്സരം എന്നായിരുന്നു കോൺഗ്രസ് എക്കാലവും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മത്സരിക്കുന്ന സീറ്റിൽ BJP ഇല്ല. ഇതേക്കുറിച്ച് എന്താണ്? അവിടെ BJPക്ക് അവിടെ ഒരു സ്വാധീനവുമില്ല. അവിടെ ഇപ്പം ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിക്കുന്നത്. ദേശീയ തലത്തിൽ
ഇടതുപക്ഷത്തിനോടുകൂടി നിൽക്കുകയും ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പാണ്. അതെ, ഇരട്ടത്താപ്പാണ്. രാഹുൽ ഗാന്ധി ഇപ്പൊ കാണിക്കുന്ന ഇരട്ടത്താപ്പാണ്. അത് കേരളം അതിന് മറുപടി പറയും. രാഹുൽ ഗാന്ധിയുടെ വയനാട് പ്രഖ്യാപനം നിലക്കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പടപേടിച്ച് തന്നെ വന്നതാണ്. അതിനകത്ത് വ്യക്തമായിട്ടുള്ള 1-2 കാരണങ്ങൾ പറയാം. അമേഠിയെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എക്കാലത്തെയും വലിയ കോൺഗ്രസിന്റെ തന്നെ ഉറച്ച മണ്ഡലമാണ്. അവിടെ ഈ കഴിഞ്ഞ നിയമസഭാ മണ്ഡലം നോക്കി കഴിഞ്ഞാൽ താഴോട്ട് പോരുകയാണ്. അവസാനം ഇപ്പോൾ രാഹുലിനെ വ്യക്തമായിട്ട് അറിയാം, ഈ തവണ ഞാൻ അവിടെ നിന്നാൽ വിജയിക്കില്ല എന്നറിയാം. അതിന് പേടിച്ച് കണ്ടെത്തിയതോ നമ്മുടെ കേരളത്തെ. അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. കോൺഗ്രസിന്റെ ഒരു അധപ്പതനത്തിന്റെ സൂചനയാണിത്. അത് BJPക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് കേരളത്തിൽ വയനാട് തിരഞ്ഞെടുത്തു? അന്നേരം അതിൽ തന്നെ നമുക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയം വ്യക്തമാണ്. അതായത് BJPയുടെ ഒരു മൃദു ഹിന്ദുത്വം അത് കേരളത്തിലും കോൺഗ്രസ് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ സൂചന. കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത്, അതിനകത്തൊരു വ്യക്തമായിട്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ചെറിയ എന്തോ ഒരു കളികളുണ്ട്, അതിന്റെ ഭാഗമാണിത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിൽ വന്ന് രാഹുൽ മത്സരിക്കേണ്ടതില്ല. 2 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, സുരക്ഷിത മണ്ഡലം എന്ന് കാരണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല രാഹുലിന്റെ കേരളത്തിലെ വരവ് ഇവിടുത്തെ കോൺഗ്രസിനെ അല്ലെങ്കിൽ കൂടുതലായിട്ട് സാധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വയനാട്ടിൽ മത്സരത്തിനെത്തിയ രാഹുൽ ഗാന്ധി പടക്കളം വിട്ടോടിയ പടനായകൻ എന്ന വിശേഷണത്തിന് യോഗ്യനാണെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. ഇതുകൊണ്ടൊന്നും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കേരളത്തിൽ സാധിക്കില്ലെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിൽ വയനാട്ടിൽ ഇടതുപക്ഷത്തിനെതിരെ AICC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി അംഗം കുറിച്ചിരിക്കുകയാണ്. BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്നും പടക്കളത്തിൽ നിന്നും പിന്നോക്കം പോകുന്ന പടനായകൻ എന്ന വിശേഷണമാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം ഇപ്പോൾ നമുക്ക് കേൾക്കാം. എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? BJPക്കെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ മത്സരിക്കുകയും പോരാട്ടം നടത്തേണ്ടിയിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ BJPക്ക് എതിരായിട്ട് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം. പക്ഷേ അതിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി വരികയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു മത്സരത്തിനാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും രാഹുലിൻ്റെ BJPക്കെതിരായിട്ടുള്ള ആ പോരാട്ടം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടുള്ള ഒരു കാര്യമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. പക്ഷേ രാഹുലിൻ്റെ വരവ് കേരളത്തിലെ മതേതര മനസ്സ് അംഗീകരിക്കില്ല. BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും എതിരായിട്ടുള്ള UDFനെതിരായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് കേരളത്തിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന് സമീപകാല സംഭവവികാസങ്ങൾ നമുക്ക് സൂചിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ രാഹുൽ ഗാന്ധി BJPക്കെതിരായുള്ള പോരാട്ടമാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ കേരളത്തിലേക്ക് ഒളിച്ചോടി വരുന്നൊരു സമീപനമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുണ്ടായത്. ഒരു കാരണവശാലും BJPക്കെതിരാണ് ഈ മത്സരം, രാഹുൽ ഗാന്ധിൻ്റെ മത്സരം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. തികച്ചും ഇടതുപക്ഷത്തിനെതിരായുള്ള മത്സരമാണ്. എന്താണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി വയനാട്ടിലല്ല, കേരളത്തിലെവിടെയും രാഹുൽ ഗാന്ധിക്ക് ഒരു ലക്ഷ്യമില്ലാത്തൊരവസ്ഥയാണ് ഈ നിലനിൽക്കുന്നൊരു സാഹചര്യം. അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ നിർബന്ധമായും ഉറച്ചു വിശ്വസിക്കുകയാണ് കേരളത്തിൽ മാത്രമുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്ത് ഇടതുപക്ഷ ജനാധിപത്യ കക്ഷികളുടെ പിന്തുണയോടുള്ളൊരു ഗവൺമെൻറ് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് കേരളത്തിൽ ഇടതുപക്ഷ കക്ഷികളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയല്ല ആര് വന്നാലും സാധ്യമല്ല എന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അതാണ് അഭിപ്രായം. BJPക്കെതിരായുള്ള പോരാട്ടത്തിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഈ പോരാട്ടം ഒരിക്കലും ഇടതുപക്ഷത്തെ തളർത്തുകയില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.
രാഹുൽ ഗാന്ധിക്ക് തന്റെ സ്വന്തം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുന്നതിൽ പരിഭ്രമം ഉള്ളതിനാലാണ് വയനാട് മണ്ഡലം കൂടി തെരഞ്ഞെടുത്തത് എന്ന കാര്യം നിസ്സംശയം വ്യക്തമാണ്. മോദിയുടെ വിഭജനത്തിനെതിരായ തെക്ക് വടക്ക് പോരാട്ടമെന്ന ന്യായീകരണമാണ് കോൺഗ്രസിന്റേത്. പോരുമുറുകിയ അമേഠിക്കൊപ്പം വയനാട്ടിലും കാലുവയ്ക്കുന്നതിൽ സുരക്ഷിത മണ്ഡലം എന്നത് മാത്രമാണ് രാഹുലിന്റെ ലക്ഷ്യം. രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് നേതാക്കൾ പാടുപെട്ടപ്പോൾ വ്യക്തമായത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. രാഹുലിന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇടതുപക്ഷമാണ് പ്രധാന ശത്രു എന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. ഈ വിഷയത്തിൽ വിവിധ നേതാക്കൾ പ്രതികരിച്ചത് കാണാം. That is why when I say all 20 seats, that includes Wayanad also, and that is why the answer must be given to them that we are the most committed fighters for secularism and the unity and integrity of our country, and therefore we will elect the most consistent champion of India's unity, integrity and upholding secularism and democracy, that is the left, and therefore the LDF candidates must be given a resounding victory against all these efforts that are being made by the Congress and all other parties. രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് പ്രധാന ശത്രുവാണ് ഇടതുപക്ഷം, കോർപ്പറേറ്റുകൾക്ക് പ്രധാന ശത്രുവാണ്. കാരണം ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ വളഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ള ഒന്നല്ല ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ നേരിടാൻ, ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ ഇവിടെ രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്നത് ആരുടെ താല്പര്യം എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. പട്ടക്കളത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ ഇത് കാണിക്കുന്നത് ഇവിടെ BJPയെ സഹായിക്കുന്ന സമീപനമാണ് ഈ കോൺഗ്രസ് ഉടനീളം സ്വീകരിച്ചിരിക്കുന്നത്. BJPക്കെതിരായ ഒരു ഉറച്ച നിലപാട് വടക്കേന്ത്യയിൽ എടുക്കാൻ ഈ കോൺഗ്രസിനാവുന്നില്ലേ? ഇവിടെ ഇപ്പോ വയനാട് നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 8% വോട്ട് മാത്രമാണ് BJPക്കുള്ളത്. ലെഫ്റ്റിനെ എതിർക്കാനാണ്. അന്നേരം മധ്യപ്രദേശത്തിൽ, ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, ഉത്തർപ്രദേശത്തിൽ, പടിഞ്ഞാറൻ ബംഗാളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ വളർന്ന് ശക്തിപ്പെട്ടു വരുന്ന മതനിരപേക്ഷ ഐക്യത്തെ പൊളിച്ച് BJPയെ സഹായിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെത്. ഇന്നിപ്പോ കോൺഗ്രസ് വലിയ തകർച്ചയെ നേരിടുകയാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമൊന്നുമില്ല. പ്രസിഡന്റ് തുറന്നു പറയുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഏതെങ്കിലും തരത്തിൽ സങ്കടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കും. സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ നിർബന്ധിതമാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി കൗതുക വാർത്തകളും കാഴ്ചകളും കാണാം. വോട്ടർമാരെ ആകർഷിക്കാൻ ഓരോ മുന്നണിയും വ്യത്യസ്തമായ പ്രചരണ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. എറണാകുളത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവിന്റെ പടുകൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. P. രാജീവിന്റെ പടുകൂറ്റൻ കട്ടൌട്ടർ ഉയർത്തിക്കൊണ്ടാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ വ്യത്യസ്തതയാർന്ന പ്രചരണ തന്ത്രങ്ങളാണ് മുന്നണികൾ പുറത്തിറക്കുന്നത്. എറണാകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവിന്റെ പടുകൂറ്റൻ കട്ടൌട്ടർ സ്ഥാപിച്ചാണ് തൃക്കാക്കരയിലെ ഒരു കൂട്ടം യുവാക്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത്. P. രാജീവിന്റെ 35 അടി ഉയരമുള്ള കട്ടൌട്ടറാണ് കാക്കനാട് സെന്റർ സ്ക്വയറിൽ ഉയർത്തിയത്. രാഷ്ട്രീയത്തിനുമപ്പുറം യുവാക്കളുടെ കൂട്ടായ്മയാണ് ഈ കട്ടൌട്ടർ നിർമ്മാണത്തിന് പിന്നിലെന്ന് അവർ പറയുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ഒരു പ്രചാരണം ചെയ്യണം, രാജീവിനെ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് ഇറങ്ങണം, രാഷ്ട്രീയം നോക്കിയിട്ട് നിൽക്കണ്ട, നമുക്ക് എല്ലാവരും കൂടി ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ എല്ലാവർക്കും കൂടി ഇറങ്ങാം. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് മാറ്റി വെച്ചു, യുവജന കൂട്ടായ്മയാക്കി രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. കോട്ടയം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VN വാസവന് വേണ്ടി തയ്യാറാക്കിയ പ്രചരണ വീഡിയോ വരണം വാസവൻ പ്രകാശനം ചെയ്തു. LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിഷൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കോട്ടയത്തിന്റെ സാംസ്കാരിക പൈതൃകം വ്യക്തമാക്കുന്നതാണ് ഗാനചിത്രീകരണം. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ VN വാസവനുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് വരണം വാസവൻ എന്ന വീഡിയോ. VN വാസവന്റെ ജനകീയ സാംസ്കാരിക ഇടപെടലുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ ജയരാജാണ്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യസ്നേഹിയും ആര് വിളിച്ചാലും വിളിപ്പുറത്തെത്തുന്ന അപൂർവമായ കർമ്മനിരത ജീവിതവുമാണ് VN വാസവന്റേതെന്നും ജയരാജ് പറഞ്ഞു. സംവിധായകരായ പ്രദീപ് നായർ പോസ്റ്റ് പ്രൊഡക്ഷനും രാജേഷ് കണ്ണങ്കര ചിത്രീകരണ മേൽനോട്ടവും നിർവഹിച്ചു. ദേശീയ അവാർഡ് ജേതാവ് നിഖിൽ S. പ്രവീണാണ് ക്യാമറ. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് നേടിയ ഹരിനാരായണനാണ് ഗാനരചയിതാവ്. എബി ആൽവിനാണ് സംഗീത സംവിധായകൻ.
ബഹുദൂരം മുന്നോട്ട് കുതിക്കുന്ന LDF പ്രചാരണത്തിന് വീഡിയോയും ഗാനങ്ങളും കൂടുതൽ ആവേശം പകരും. ഗ്രൂപ്പ് രാഷ്ട്രീയ കളി തുടർന്നുകൊണ്ടിരുന്ന കോൺഗ്രസിന് രാഹുലിന്റെ ഈ വരവ് പ്രഹരവും താക്കീതുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ അമേഠിയിൽ വെല്ലുവിളി ഉണ്ട് എന്ന വസ്തുത മറച്ചുവെക്കാൻ കോൺഗ്രസ് എന്തൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ ശ്രമിച്ചാലും അക്കാര്യത്തിൽ ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 BJPക്കൊപ്പമായതിനാൽ അവിടെ രാഹുലിന്റെ ഇത്തവണത്തെ വിജയവും തുലാസിലാണ്. രാഹുലിന്റെ കേരളത്തിലെ മത്സരത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ അടക്കം രംഗത്തെത്തിയ സാഹചര്യവുമാണ് നിലവിൽ. എന്തായാലും ആരെല്ലാം തുണിക്കും ആരെല്ലാം ചതിക്കും കാത്തിരിക്കാം. മെയ് 23 വരെ. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.